നമ്മുടെ കഴിവുകൾക്ക് നമ്മളൊരു ദൂരം വരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. യഥാർത്ഥ വിജയം വേണമെന്നുണ്ടെങ്കിൽ അച്ചടക്കം കൂടിയേ തീരൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ചടക്കം ഒരു ശിക്ഷയായി കാണരുത്, മറിച്ച് അതൊരു തരം സ്വാതന്ത്ര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖേദത്തിൽ നിന്നും, സ്വന്തം ബലഹീനതകളിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി ഒതുങ്ങിപ്പോകുന്നതിൽ നിന്നുമൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നത് ഈ അച്ചടക്കമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിന് ക്ഷമയും വിശ്വാസവും അത്യാവശ്യമാണ്. കഴിവുകൾ ചിലപ്പോൾ നമുക്ക് അവസരങ്ങളുടെ വാതിലൊക്കെ തുറന്നു തരും, അല്ലേ? പക്ഷേ ആ മുറിക്കകത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ അച്ചടക്കമാണ്. പെട്ടെന്നൊരു ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ചടക്കം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ഒരു ഉറച്ച തീരുമാനമാണ്. വിജയിക്കാൻ നന്നായി കഷ്ടപ്പെടണം, അത് ശരി തന്നെ. പക്ഷേ അച്ചടക്കമില്ലായ്മയുടെ വില അതിനേക്കാൾ ഒരുപാട് വലുതാണ്. കാരണം അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഖേദമായി മാറിയേക്കാം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് കഴിവിൻ്റെ മിന്നലാട്ടങ്ങളോ ഭാഗ്യമൊന്നുമല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ കാണിക്കുന്ന ആ സ്ഥിരതയുള്ള അച്ചടക്കമാണ്.